എൻ്റെ പേര് നന്ദന ബിനോദ്. എൻ്റെ വീട് പൊൻകുന്നം. ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലായിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. എനിക്ക് നീറ്റ് 2024 716 മാർക്സും ഓൾ ഇന്ത്യ റാങ്ക് 17 നേടാൻ സാധിച്ചു. അപ്പം എന്നെ ഈ ഒരു സക്സസ്സിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല തന്നെയാണ്. അവിടുത്തെ ക്ലാസ്സസ് ആയാലും നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടായാലും ഒക്കെ തന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്കോർ കരസ്ഥമാക്കാനും. ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു മൊമെൻറ്റിൽ നിൽക്കാൻ പറ്റിയതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഈ ഒരു സമയത്ത് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലായോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ എൻ്റെ പഠന രീതി എന്ന് പറയുന്നത് ബ്രില്യൻ്റെ ഇൻസ്ട്രക്ഷൻസ് പോലെ തന്നെയാണ് ഞാൻ ശരിക്കും മുന്നോട്ട് പോയത്. ഓരോ വീക്ക്ലി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കോൺസ്റ്റൻ്റ് ആയിട്ട് വീക്ക്ലി എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ മൺഡേയ്സിലും നമുക്ക് എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നന്ന് പഠിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയായിരിക്കും നമുക്ക് മൺഡേയ്സിൽ എക്സാംസിലുണ്ടാവുക. അപ്പോൾ അത് തന്നെ സ്ട്രിക്റ്റായിട്ട് പഠിച്ച് പോവുകയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് നമുക്ക് പിന്നെ അവസാനം ആകുമ്പോഴത്തേനും പിന്നെ കണ്ടിന്യൂസ് മോഡൽ എക്സാംസ് ഉണ്ടാവും. മോഡൽ എക്സാംസിനാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. അതിന് മുന്നേ തന്നെ നമുക്ക് ബ്രില്യൻറ്റിലെ ടീച്ചേഴ്സ് ആണെങ്കിലും കറക്റ്റായിട്ടുള്ള എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള രീതികൾ നമുക്ക് പറഞ്ഞു തരും. കറക്റ്റായിട്ടുള്ള രീതിയിൽ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അവർ പറയുന്ന രീതിയിൽ യൂണിറ്റ് എക്സാംസ് ഒക്കെ നമുക്ക് തിരിച്ചാണ് ഓരോരോ യൂണിറ്റായിട്ട് സംഭവം ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് എക്സാംസ് ഉണ്ടാവുക. എന്നിട്ട് അവസാനം ഓൾ യൂണിറ്റ് എക്സാംസിലേക്ക് നമ്മൾ വന്നെത്തുക ചെയ്യുന്നത്. അപ്പം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഈ ടോപ്പിക്സ് ഫുള്ള് നമുക്ക് അവസാനം കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഞാൻ മാരിഗോൾഡ് ഹോസ്റ്റലിലാണ് നിന്നിരുന്നത് ബ്രില്യൻറ്റിൽ. ഇത്രയും എൻ്റെ വീട് പൊൻകുന്നത്താണ്. പാലായിൽ നിന്ന് ഇത്രയും അടുത്ത് ആയിട്ട് പോലും ഞാൻ ഹോസ്റ്റലിലാണ് നിന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവിടെ നിന്നത്. വീട്ടിൽ നിൽക്കുന്നതിലും ഒരു 10 ഇരട്ടിയായിട്ട് എനിക്ക് ഹോസ്റ്റലിൽ നിന്നാൽ പഠിക്കാൻ പറ്റുമെന്ന് ഫീൽ ചെയ്തു. ഇവിടെ നിൽക്കുന്നതിലും വളരെയധികം നല്ലൊരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ നമുക്ക് ഹോസ്റ്റലിലാണെങ്കിലും കിട്ടുന്നുണ്ട്. പിന്നെ ക്യാമ്പസിലെ റെഫറൻസ് ഫെസിലിറ്റി ആണെങ്കിലും വളരെ നല്ലതാണ്. ഞാൻ റെഫറൻസ് ഫെസിലിറ്റിയും യൂസ് ചെയ്തിരുന്നു. നമുക്ക് ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട്. ലൈബ്രറിയിലെ ഏത് ബുക്സും നമുക്ക് കിട്ടും. ലൈബ്രറിയിലെ ബുക്സിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഉണ്ടാവും. ഞാൻ അവസാനം സോൾവ് ചെയ്തിരുന്നത് ഫുള്ള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് നീറ്റിന് നല്ല ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തു. പിന്നെ NCERT ഫോക്കസ്ഡ് ആയിട്ടാണ് പഠിച്ചത്. NCERT തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരുന്നതും അത് തന്നെയാണ് ഞാൻ പഠിച്ചതും. ഞങ്ങളുടെ ഡി ബ്ലോക്കിൽ സ്റ്റീഫൻ സാറായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ കോർഡിനേറ്റർ ജോസഫ് സാറ് ഇവരൊക്കെ തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഹോസ്റ്റൽ വൈസ് ആണെങ്കിലും മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ എക്സാംസ് കഴിഞ്ഞ് നമുക്ക് ക്ലാസ്സിൽ സ്റ്റീഫൻ സാറ് വരുമായിരുന്നു നമ്മുടെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ശരിക്കും ഓരോ തവണ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. ഒരു തവണ താന്നു പോയാലും അടുത്ത തവണ അതും കൂടി കൂട്ടിയുള്ള നല്ല മാർക്ക് മേടിക്കാനും ഒക്കെ തന്നെ ഇവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, ഞാൻ ആർട്ട് ആൻഡ് ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ധന്യ മിസ് ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. മിസ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇവിടെ എത്താനായിട്ട്. അപ്പം മിസ്സിനും ജോസഫ് സാറിനും സ്റ്റീഫൻ സാറിനും അതുപോലെ തന്നെ നമ്മുടെ 4 ഡയറക്ടേഴ്സും ക്യാമ്പസൊക്കെ വിസിറ്റ് ചെയ്യുകയും സ്റ്റുഡൻസായിട്ട് എപ്പോഴും തന്നെ ഇൻട്രാക്ഷനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവരുടെ അടുത്ത് പറയാവുന്നേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പം നീറ്റ് 2025 അപ്പിയർ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളതെന്നു വെച്ചാൽ നമ്മുടെ ടീച്ചേഴ്സും മെൻറ്റേഴ്സും പ്രൊഫസേഴ്സും ഒക്കെ പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. പിന്നെ NCERT ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുക. നമ്മൾ ആവശ്യമില്ലാതെ പുറത്തുനിന്ന് വലിച്ചു വാരി പഠിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോമ്പറ്റീഷൻ കൂടി വരുവാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ആവശ്യമുള്ളതായിരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സിലബസ് നമ്മുടെ ടീച്ചേഴ്സൊക്കെ തന്നെ പഠിപ്പിക്കുന്നതെല്ലാം തന്നെ നമുക്ക് വേണ്ട സംഭവങ്ങളാണ്. പ്രൊഫസേഴ്സ് ആയാലും കറക്റ്റ് രീതിയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ആ രീതിയിൽ അങ്ങ് പഠിച്ചു പോവുക. പിന്നെ എൻ്റെ ഈ ഒരു സക്സസ്സിന് വേണ്ടി കാരണമായ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലായിലെ എല്ലാ പ്രൊഫസേഴ്സിനും സ്റ്റാഫിനോടും ഡയറക്ടേഴ്സിനോടും എൻ്റെ ക്ലാസ് ടീച്ചറായ ധന്യ മിസ്സിനോടും എല്ലാവരോടും ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ എൻ്റെ നന്ദി പറയുകയാണ്. പിന്നെ എൻ്റെ പേരൻസ് ആയാലും ഒക്കെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത പേരൻസ് ആയാലും റിലേറ്റീവ്സിനായാലും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.